ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി എരിവും പുളിയുള്ള നല്ല കേരച്ചൂര വെച്ചിട്ടൊരു ഷാപ്പിലെ ടൈപ്പ് കറിയാണ്. അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, നടുകെ കീറിയ പച്ചമുളക്, തക്കാളി, പിന്നെ കുറേ ചെറിയുള്ളി വേണം, പിന്നെ കറിവേപ്പില, ഉലുവ, കടുക്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി വേണം കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയതാണ്. പിന്നെ പാകത്തിന് ഉപ്പ് വേണം, പിന്നെ ചൂട് വെള്ളത്തിൽ കുടംപുളി ഇട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ കേരച്ചൂര, അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഒരു ഉരുളി എടുത്തതിപ്പം അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി റെഡിയായി വരട്ടെ. അത് പൊട്ടി വരുന്നുണ്ട്. അത് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവ ഒന്ന് മൂത്ത് വരണം, കുറച്ചൊന്ന് കളറ് മാറുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി കുറച്ച് കൂടുതൽ, ഇത് 2.5 കിലോ കേരച്ചൂരുണ്ട്, അതിന് കണക്കാക്കിയിട്ടുള്ള ഇഞ്ചിയാണിത്. അപ്പം നിങ്ങൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കാം. ഇനി ഈ ഇഞ്ചി ഒന്ന് മൂത്ത് വരണം, അതുവരെ എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അടുത്തത് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇതേപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇനി ആവശ്യത്തിന് പച്ചമുളക് ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും എരിവിനനുസരിച്ച് ഇടാം. മുളക് പൊടി ഇടുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. പച്ചമുളക് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണോ കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് അതേപോലെ ഒന്ന് റെഡിയായി വരണം. അപ്പം അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നു. ഇനി ആവശ്യത്തിന് ചെറിയുള്ളി ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞതാണ്, അത് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ചെറിയുള്ളി. അതും ഇതേപോലെ ഒന്ന് ഇളക്കി ഇതൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു കളറ് മാറി കിട്ടണം. അത് മാറിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നടുവിൽ ഒഴിച്ചിട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം അതിനായി നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പം എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടീൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ പച്ചമുളക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആ മസാല എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അതേ മുളക് പൊടിയൊക്കെ ഉള്ളിയിലൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, മല്ലിപ്പൊടി ഇടുന്നില്ല. മുളക് പൊടി മാത്രം ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കറിയാണ്, മസാല പോലെയല്ല. അപ്പം ആ മഞ്ഞൾപ്പൊടീൻ്റെ കുത്തുന്ന മണം ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയില്ലേ, അതിൻ്റെ വെള്ളം മാത്രം ഒന്ന് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ സെറ്റാകുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഈ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 2.5 കിലോ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ട്. മീൻ അത്രയും ഉണ്ടല്ലോ, മീൻ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ കാണിക്കാൻ മറന്നുപോയതാണ്. അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു അടിപൊളി കറിയാണിത്, നല്ല രസമാണ്. കപ്പേൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഈ തക്കാളി ഇതേപോലെ ഒന്ന് ഈ കറിയിൽ അതൊന്ന് കുഴഞ്ഞു വരണം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ അതൊന്ന് തിളച്ച് അതൊന്ന് റെഡി ആവുന്ന വരെ ഒന്ന് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച
കാരച്ചൂര ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് മീൻ വേണമെങ്കിലും ഇടാം കേട്ടോ അതിൽ. ചൂര, കാരച്ചൂര, അല്ലെങ്കിൽ വേറെ നെയ്മീൻ, അങ്ങനെ എന്ത് മീൻ വേണമെങ്കിലും ആക്കാം. അപ്പം നമ്മൾ ആ മീൻ ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകമാണോ എന്ന് നോക്കണം. കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ്, എന്നാലേ ഉള്ളൂ ആ മീനിലേക്ക് അത് പിടിച്ച് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. അപ്പം ഏകദേശം ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഈ മീനൊന്ന് വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതേ മീൻ കറി അതാ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പച്ച കറിവേപ്പിലല്ലേ, അതൊന്ന് നല്ല കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, പച്ചക്കറിവേപ്പില ഇട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളതിലേക്ക് നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതേ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇനി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചത് നമ്മളെ സൂപ്പർ എരിവും പുളിയുള്ള ഷാപ്പിലെ കറി പോലത്തെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ് മീൻ കറി. നമ്മളെ ചോറിൻ്റെ കൂടെയാണെങ്കിലും കപ്പേൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും അടിപൊളിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.